ബുള്ളറ്റ് ബൈക്കിൻ്റെ ശബ്ദവും അതിൻ്റെ മാറ്റൊലിയും കേട്ടപ്പോൾ മരിയാനെറ്റോ പറഞ്ഞു, അതവനാണ് ജിംസൺ. കൊച്ചിയിൽ നിന്ന് ബൈക്കിലാണോ ഇത്ര ദൂരം വരിക? അഷ്ടമൂർത്തി ചോദിച്ചു. അവൻ ഇതൊന്നും ഒരു ദൂരമേയല്ല. ബൈക്കിൽ അവനും ഡോണും കൂടി ഹിമാലയത്തിൽ പോയിട്ടുണ്ട്, മരിയാനെറ്റോ വെളിപ്പെടുത്തി. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും അവനും ഡോണും കൂടി ബൈക്കിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അത്രയും കേട്ടപ്പോഴേ അഷ്ടമൂർത്തിക്ക് ജിംസന്റെ രൂപഘടനയും മനസ്സും പിടികിട്ടി. കാമുകിയെ നഷ്ടപ്പെട്ട് ദുഃഖിതനായി കഴിയുന്ന ഒരു ദുർബല ഹൃദയൻ്റെ മുഖവും ശരീരവുമായിരുന്നു അഷ്ടമൂർത്തി ഇതുവരെ മനസ്സിൽ വരച്ചു വച്ചിരുന്നത്. ബൈക്കിൻ്റെ ശബ്ദം അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ അത് വീട്ടുമുറ്റത്തേക്ക് കടന്നു. വാഗത്തണലിൽ നിർത്തിയ ബൈക്കിൽ നിന്ന് ജാക്കറ്റും ഹെൽമറ്റും സൺഗ്ലാസും ധരിച്ച 2 യുവാക്കൾ ഇറങ്ങി വന്നു. മരിയാനെറ്റോ ജനാല ചില്ലുകൾ കൊണ്ട് മറച്ച വരാന്തയിൽ നിന്ന് മുറ്റത്തേക്കുള്ള പടിയിൽ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. മുൻപേ വന്ന യുവാവ് മരിയാനെറ്റോയെ ആശ്ലേഷിച്ചു. മമ്മ, ഗുഡ് മോർണിംഗ്. ഈ ഉച്ചനേരത്തല്ലേ ഗുഡ് മോർണിംഗ്? ഉച്ചയായിട്ടില്ല. ജിംസൺ വാച്ചിൽ നോക്കി. 11:55. പുറകെ വന്നയാൾ മരിയാനെറ്റോയ്ക്ക് ഹസ്തദാനം നൽകി. ഇതെൻ്റെ മോളുടെ ഹസ്ബൻഡ് വിക്ടർ. ഇവനെ പരിചയപ്പെടുത്തണ്ടല്ലോ, ഇവനാണ് ജിംസൺ. മരിയാനെറ്റോ മകനെയും മരുമകനെയും അഷ്ടമൂർത്തിക്ക് പരിചയപ്പെടുത്തി. അഷ്ടമൂർത്തിയെ അവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. എവിടെയും അമ്മ നയോമി? ജിംസൺ ആകാംക്ഷ പൂത്തു. നീ ഞെട്ടിപ്പോകും, പക്ഷേ നീ അതൊന്നും പുറമേ കാണിക്കരുത്. വാ. മരിയാനെറ്റോ അവരെ ഇരിപ്പുമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു സോഫയിൽ മിന്നുമോളെ മടിയിൽ വച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു നയോമി. മിന്നുമോൾ അവൾക്ക് അഭിമുഖമായി കഴുത്തിൽ കൈയിട്ട് കെട്ടിപ്പിടിച്ച് നെറ്റി തമ്മിൽ കൂട്ടിമുട്ടിച്ച് എന്തോ കുസൃതി കാട്ടുകയായിരുന്നു. മുറിയിലേക്ക് ആളുകൾ കടന്നു വരുന്നത് കണ്ടു. നയോമി മുഖമുയർത്തി നിവർന്നിരുന്നു. മുറിയിലേക്ക് കാലെടുത്ത് വെച്ച ജിംസൺ നയോമിയെ കണ്ട് സ്തബ്ധനായി അവിടെ തന്നെ നിന്നുപോയി. മരണപ്പെട്ടുവെന്ന് കരുതിയ സിത്താര തിരിച്ചു വന്നിരിക്കുന്നതായി തന്നെ അയാൾക്ക് തോന്നി. അയാൾ തല തിരിച്ചു തൊട്ടു പിന്നിൽ നിന്ന വിക്ടറിനെ നോക്കി. വിക്ടറും ആശ്ചര്യസ്തബ്ധനായി നിൽക്കുകയാണ്. നയോമി മെല്ലെ കുട്ടിയെ മടിയിൽ നിന്ന് ഇറക്കി നിർത്തിയിട്ട് എഴുന്നേറ്റു. അപരിചിതരെ കണ്ട് അമ്പരന്നത് പോലെയുള്ള അവളുടെ ഭാവം കണ്ടു. പിന്നിൽ നിന്നിരുന്ന മരിയാനെറ്റോ മുന്നിലേക്ക് കയറി വന്ന് പറഞ്ഞു, മോളെ, ഇതെൻ്റെ മകൻ ജിംസൺ. ഇതെൻ്റെ മോളുടെ ഹസ്ബൻഡ് വിക്ടർ. ഹായ്, ഗുഡ് മോർണിംഗ്. നയോമി 2 പുരുഷന്മാരെയും മാറി മാറി നോക്കിക്കൊണ്ട് മന്ദഹാസത്തോടെ പറഞ്ഞു. ഗുഡ് മോർണിംഗ് ടൈം കഴിഞ്ഞൊന്നും അമ്മ ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ. എന്നാലും തന്നത് തന്നെ തിരിച്ചു തരാം. ഗുഡ് മോർണിംഗ്. ജിംസൺ അമ്പരപ്പ് മാറാതെ പറഞ്ഞു. അവൻ നയോമിയിൽ നിന്ന് കണ്ണെടുക്കാതെ നിന്നു. ഞാൻ നയോമി. ഇവിടെ താമസിച്ചിരുന്ന സിത്താര എൻ്റെ സിസ്റ്ററായിരുന്നു. അത് ഇന്നലെ ഇവിടെ വന്ന ശേഷമാണ് ബോധ്യമായത്. ഇത് എൻ്റെ മോൾ മിന്നുക്കുട്ടി. നയോമി സ്വയം പരിചയപ്പെടുത്തി. മിന്നുക്കുട്ടിയല്ല, മിന്നുമോൾ. മിന്നുമോൾ സ്വയം തിരുത്തി. എന്നെ കണ്ടിട്ട് അതിശയം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? സിത്താരയുടെ അതേ ഛായ അല്ലേ? ഞങ്ങൾ ഇരട്ട സഹോദരിമാരായിരുന്നു. എന്നിട്ടും ജിംസന്റെ അത്ഭുതഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. അങ്കിളെ, നമുക്ക് പോകണ്ടേ? കാണാനുള്ളവരൊക്കെ വന്ന് കണ്ടല്ലോ. നയോമി അഷ്ടമൂർത്തിയുടെ നേർക്ക് അല്പം മുഷിഞ്ഞു പറഞ്ഞു. ഒരു 5 മിനിറ്റും കൂടി. പോകാൻ റെഡിയായെങ്കിൽ മോളെ കൊണ്ട് നയോമി കാറിൽ കയറിയിരുന്നു, അഷ്ടമൂർത്തി പറഞ്ഞു. നയോമി എഴുന്നേറ്റ് പോകില്ല എന്ന് അഷ്ടമൂർത്തി കരുതിയെങ്കിലും അവൾ അപ്പോൾ തന്നെ ഭാഗമെടുത്ത് മിന്നുമോളെയും കൊണ്ട് പുറത്തിറങ്ങി. അഷ്ടമൂർത്തി റിമോട്ട് കീ ഉപയോഗിച്ച് കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. എന്നാൽ ഇനി ഞങ്ങൾ പോയിക്കോട്ടെ? അഷ്ടമൂർത്തി മരിയാനെറ്റോയുടെ യാത്രാനുമതി തേടി. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ മോനെ? അവർ പോവുകയാ, മരിയാനെറ്റോ ജിംസണോട് ചോദിച്ചു. ഇത് ഭയങ്കര കൺഫ്യൂഷനാണല്ലോ. അത് നയോമിയാണെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആ ഒരു ആശയക്കുഴപ്പം മുൻപ് സിത്താരയെ കണ്ടിട്ട് ഇപ്പോൾ നയോമിയെ കണ്ടവർക്കെല്ലാം ഉണ്ട്. അവർ രണ്ടും 2 പേരായിരുന്നു എന്നുള്ളതും അവർ തമ്മിൽ അത്ഭുതകരമായ സാമ്യം ഉണ്ടെന്നുള്ളതും ഇപ്പോൾ അവരിൽ ഒരാൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നതും സത്യമാണ്, അഷ്ടമൂർത്തി പറഞ്ഞു. നിനക്കെങ്കിലും എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് കരുതി മരിയാനെറ്റോ മകനോട് ആവലാതിപ്പെട്ടു. അത് സിത്താരയാണെന്ന് നീ സങ്കല്പിക്കുക പോലും വേണ്ട. പക്ഷേ സിത്താരയല്ലെന്ന് ഉറപ്പാക്കാനുള്ള എന്തെങ്കിലും അടയാളം ഉണ്ടോ? ഒരു ദിവസം അവളിവിടെ താമസിക്കാൻ തയ്യാറാണെങ്കിൽ ഞാനത് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റില്ല. മാത്രമല്ല അവൾ ഒട്ടും കോപ്പറേറ്റീവ് അല്ലെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി അല്പം മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയാ. നയോമി സിത്താരയേക്കാൾ അല്പം മെലിഞ്ഞിട്ടാണ് അല്ലേ? ജിംസൺ അഷ്ടമൂർത്തിയെയും അമ്മയെയും മാറി മാറി നോക്കി. ഹെയർ സ്റ്റൈൽ, ബോഡി ലാംഗ്വേജ്, ദേഹത്തിൻ്റെ വണ്ണവും തൂക്കവും, ഇതൊക്കെ നയോമിയുടെ പഴയ ഫോട്ടോഗ്രാഫ്സും വീഡിയോസും കണ്ട് അനുകരിക്കാവുന്നതേയുള്ളൂ. അവളിപ്പോൾ പോകാൻ തിരക്കപ്പെട്ട് കാറിലിരിക്കുകയാണ്. വേറെ എന്തെങ്കിലും അടയാളം പറയാനുണ്ടോ? അഷ്ടമൂർത്തി ചോദിച്ചു. ഒരു വഴിയുണ്ട്, ജിംസൺ പെട്ടെന്നൊരു വെളിച്ചം കിട്ടിയ പോലെ പറഞ്ഞു. എന്താണ്? നയോമിയുടെ വിരലടയാളം എടുത്തു തരുമെങ്കിൽ. നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണെന്ന് അവൾ അറിയരുത്. വിരലടയാളം എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് രജിസ്റ്റർ ചെയ്യണ്ടേ? അങ്കിൾ ഒരു അഡ്വക്കേറ്റ് ആണെന്നല്ലേ പറഞ്ഞത്? ഒരു വക്കാലത്തിലോ മറ്റെന്തെങ്കിലും പേപ്പറിലോ ഒരു വിരലടയാളം വയ്പ്പിച്ചാൽ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യാനാ? മരിയാനെറ്റോ ചോദിച്ചു. മമ്മ, തമ്പ് ഇംപ്രഷൻ ഒരിക്കലും ഒരാളുടേത് മറ്റൊരാളുടേത് പോലെ ആയിരിക്കില്ല.
ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ രജിസ്ട്രേഷന് തമ്പ് ഇംപ്രഷൻ നിർബന്ധമാക്കുന്നത്. അതും ഓക്കെ, പക്ഷേ സിത്താരയുടെ തമ്പ് ഇംപ്രഷൻ നമ്മൾ എവിടെ നിന്ന് കളക്ട് ചെയ്യും? അവളില്ലല്ലോ. മമ്മ അത് കൂടെ കൂടെ പറയണ്ട, എല്ലാവർക്കും അറിയാം, ജിംസൺ മുഷിഞ്ഞു പറഞ്ഞു. സിത്താര ജീവിച്ചിരിപ്പില്ലെന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ദുസ്സഹമാണെന്ന് മരിയന്നറ്റയ്ക്ക് അറിയാഞ്ഞിട്ടല്ല, ഓർക്കാതെ പറഞ്ഞു പോവുകയാണ്. സിത്താരയെപ്പറ്റി സംസാരിച്ചപ്പോൾ 2-3 തവണ മരണം എന്ന പരാമർശം തൻ്റെ നാവിൽ നിന്നും വീണതിന് ഒരു തവണ അവൻ രൂക്ഷമായി പ്രതികരിക്കുകയുണ്ടായി. ഒരാൾ മരിച്ചുപോയി എന്ന് തെളിച്ചു പറയണോ മമ്മ? വേറെന്തെല്ലാം വാക്കുകളുണ്ട് പകരം ഉപയോഗിക്കാൻ? ഇത് വേദനിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാളുടെ നെഞ്ചിലോട്ട് ആണി തറച്ചു കയറ്റുന്ന പോലെ. അതിൽ പിന്നീട് സിത്താരയെപ്പറ്റി, സിത്താര മരിച്ച ശേഷം, സിത്താര മരിക്കുന്നതിന് മുമ്പ്, സിത്താര മരിച്ച ദിവസം, സിത്താര മരിച്ചെന്നറിഞ്ഞപ്പോൾ തുടങ്ങിയ പരാമർശങ്ങളൊന്നും നാവിൽ നിന്നും വീഴാതെ ശ്രദ്ധിക്കാറുണ്ട് മരിയന്നറ്റോ. അങ്കിളെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നയോമിയുടെ തമ്പ് ഇംപ്രഷനുള്ള ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ലേ? ഇപ്പോഴത്തെയല്ല, പഴയതുണ്ടാവണം. നയോമി ഇപ്പോൾ താമസിക്കുന്ന വീട് ഈ അടുത്ത കാലത്ത് നയോമിയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ ഡീഡിൽ എന്തായാലും ഉണ്ടാവും. അതെടുത്താൽ മതി അങ്കിളെ. പക്ഷേ സിത്താരയുടെ തമ്പ് ഇംപ്രഷൻ പുതുതായിട്ട് ഒന്നുകൂടി എടുക്കുക, എന്നിട്ട് രണ്ടും കൂടി മാച്ചാവുന്നുണ്ടോ എന്ന് നോക്കുക. മാച്ചാവുന്നുണ്ടെങ്കിൽ ഇത് നയോമി തന്നെ എന്ന് ഉറപ്പിക്കാമല്ലോ. ഇല്ലെങ്കിൽ അത് നമ്മൾ 3-4 പേരല്ലാതെ അവൾ പോലും തിരിച്ചറിയാൻ പാടില്ല. അതെന്തിനാ മറച്ചു വയ്ക്കുന്നത്? മരിയന്നറ്റോ ചോദിച്ചു. അമ്മേ, സിത്താരയും നമ്പ്യാരെങ്കിലും ഇല്ലാതാകണം എന്ന് ആഗ്രഹിച്ചവർ വെറുതെ ഇരിക്കുകയില്ല. ഇപ്പോഴുള്ളത് സിത്താരയാണെങ്കിൽ അവളെ മറച്ചു പിടിച്ചുകൊണ്ട് വേണം നമുക്ക് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. അതിൻ്റെ അന്തരാർത്ഥം മരിയന്നറ്റയ്ക്ക് പിടികിട്ടിയില്ലെങ്കിലും അഷ്ടമൂർത്തിക്ക് മനസ്സിലായി. അഷ്ടമൂർത്തി ജിംസൻ്റെ ഫോൺ നമ്പർ വാങ്ങി തൻ്റെ നമ്പർ ജിംസണും കൊടുത്തു. യാത്ര അയക്കാൻ ജിംസണും വിക്ടറും മരിയന്നറ്റോയും കാറിനടുത്തേക്ക് ചെന്നു. യാത്ര പറയാൻ വേണ്ടി നയോമി കാറിൽ നിന്നും ഇറങ്ങുമെന്ന് മരിയന്നറ്റോ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. കുട്ടിയെ മടിയിലെടുത്ത് വെച്ച് ചാരി ഇരുന്നു കൊണ്ട് തന്നെ അവൾ മരിയന്നറ്റോയോട് യാത്രാനുമതി തേടി. പൊയ്ക്കോട്ടെ ആൻറ്റി. മോളെ, ആൻറ്റിക്ക് ബൈ ബൈ പറയും. മിന്നുമോൾ ഉടൻ കൈപ്പടം ഉയർത്തി ബൈ ബൈ പറഞ്ഞു. ആ അങ്കിൾമാർക്കും ബൈ പറയും. അതും മിന്നുമോൾ അനുസരിച്ചു. ഇനിയും വരുമല്ലോ അല്ലേ? ജിംസൺ കുനിഞ്ഞ് കാറിൻ്റെ ജനാലയിൽ കൂടി നോക്കിക്കൊണ്ട് ചോദിച്ചു. വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ്റെ എസ്റ്റേറ്റ് അന്യർ കൈവശപ്പെടുത്താതെ നോക്കണ്ടേ? തികച്ചും ഔപചാരികമായി നയോമി മറുപടി പറഞ്ഞു. അഷ്ടമൂർത്തി കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. കാർ നീങ്ങുമ്പോൾ മരിയന്നറ്റോ കൈപ്പടം വീശിക്കാട്ടി. മിന്നുമോൾ തിരിച്ചും കൈപ്പടം വീശി. എറണാകുളത്തേക്കുള്ള യാത്രക്കിടയിൽ അഷ്ടമൂർത്തി നയോമിയോട് ചോദിച്ചു. സിത്താരയെ പ്രണയിച്ചിരുന്ന ചെറുപ്പക്കാരനാണ്. കണ്ടിട്ട് എന്ത് തോന്നി? ഹാൻസം ഗൈ, നയോമി പറഞ്ഞു. സിത്താരയോടുണ്ടായിരുന്ന പ്രേമം നിന്നെ നോക്കുമ്പോഴും അവൻ്റെ കണ്ണിലുണ്ട്, അഷ്ടമൂർത്തി തമാശ മട്ടിൽ പറഞ്ഞു. പക്ഷേ എനിക്ക് ഹസ്ബൻഡുണ്ടല്ലോ അങ്കിൾ, ഒരു മോളുമുണ്ട്. മറ്റു കുടുംബാംഗങ്ങളെ വേണ്ടെന്ന് വെച്ചാലും രക്ഷയില്ലല്ലോ അങ്കിൾ. അവളുടെ മറുപടി കൃത്യമായിരുന്നു. ഒരു പഴുതുമില്ല. എറണാകുളത്ത് തിരിച്ചെത്തിയ ഉടൻ തന്നെ അഷ്ടമൂർത്തി ഒരു വെള്ളക്കടലാസിൽ നയോമിയുടെ വിരലടയാളം എടുപ്പിച്ചു. ഡയറക്ടർ മഹീന്ദ്രനും കൂട്ടർക്കും എതിരെ കൊടുത്ത കേസിൻ്റെ വക്കാലത്തിൽ ചേർക്കേണ്ട ആവശ്യത്തിനാണെന്ന് നയോമിയോട് കള്ളം പറഞ്ഞു. നയോമിയെ വീട്ടിലെത്തിച്ച ശേഷം വീട് വിലയ്ക്ക് വാങ്ങിയപ്പോൾ എഴുതിയ രജിസ്ട്രേഷൻ ഡീഡിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയും ആവശ്യപ്പെട്ടു. അതെന്തിനാങ്കിളെ? നയോമി തിരക്കി. അഡ്രസ് പ്രൂഫിന് വേണ്ടിയാ. വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ലല്ലോ. ആധാർ കാർഡ്, ഇലക്ട്രൽ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ഉണ്ടായിരുന്നതാ. അതൊക്കെ സൂക്ഷിച്ചിരുന്ന പേഴ്സും പൗച്ചും ബാഗും എല്ലാം അന്നത്തെ തട്ടിക്കൊണ്ടുപോകലിൽ നഷ്ടപ്പെട്ടില്ലേ? ഫോട്ടോ കോപ്പി തന്നെ വേണമെന്നില്ല. മൊബൈൽ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്താലും മതി. തമ്പ് ഇംപ്രഷൻ സ്കാൻ ചെയ്ത ഡോക്യുമെൻ്ററിയിൽ കയറ്റാം. ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ യുഗമല്ലേ ഇത്? വിരൽത്തുമ്പിൽ സൂര്യോദയം എന്ന് പറയാറില്ലേ? അഷ്ടമൂർത്തി ചിരിച്ചു. വീടിൻ്റെ ആധാരം സൂക്ഷിച്ചു വെച്ചിരുന്നത് കൃഷ്ണമ്മയായിരുന്നു. നയോമി ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണമ്മ അതെടുത്തു കൊടുത്തു. ടീപ്പൈമൽ അത് വിടർത്തി അഷ്ടമൂർത്തി എല്ലാ പേജുകളുടെയും ഫോട്ടോ മൊബൈൽ ക്യാമറയിൽ പകർത്തി. സൗദാമിനിയമ്മ ഹോസ്പിറ്റലിലായിരുന്നു. സുജിത 2 പേർക്കും ചായ കൊടുത്തു. അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞ് അഷ്ടമൂർത്തി പോയി. നയോമി കൃഷ്ണമ്മയോടും ഉദയഭാനുവിനോടും യാത്രാവിശേഷങ്ങൾ പങ്കുവച്ചു. അതിനുശേഷം അവൾ തൻ്റെ മുറിയിലേക്ക് പോയി. മിന്നുമോൾ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്ന് അനിൽ ബാബുവിനോടും സുജിതയോടും യാത്രക്കിടയിൽ താൻ കണ്ടതും കേട്ടതുമെല്ലാം പരസ്പരം ബന്ധമില്ലാതെ പറഞ്ഞു കേൾപ്പിച്ചു കൊണ്ടിരുന്നു. അഷ്ടമൂർത്തി അന്ന് തന്നെ വിരലടയാള വിദഗ്ധനെ കണ്ട് പഴയ ഡോക്യുമെൻറ്റിലെ നയോമിയുടെ വിരലടയാളവും പുതിയ വെള്ളക്കടലാസിൽ പതിച്ചെടുത്ത വിരലടയാളവും പരിശോധിച്ചു. രാത്രി 10 മണി. അത്താഴം കഴിഞ്ഞു മമ്മയോടും വിക്ടറിനോടും ഗുഡ് നൈറ്റ് പറഞ്ഞു ജിംസൺ തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. മേശപ്പുറത്ത് മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ജിംസൺ ഫോൺ എടുത്ത് നോക്കി. അഷ്ടമൂർത്തിയാണ് വിളിക്കുന്നത്. ഹലോ അങ്കിൾ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാനൊരു അർജൻറ്റ് മാറ്റർ പറയാൻ വിളിച്ചതാ. നയോമിയുടെ തമ്പ് ഇംപ്രഷൻ എടുത്ത് പരിശോധിപ്പിച്ചു. പഴയതും ഒത്തുനോക്കി. എന്നിട്ട് ജിംസൺ ഉദ്വിഗ്നനായി. രണ്ടും 2 പേരുടെയാണ്.
ആപാദചൂടൻ ജിൻസൺ കുളിർന്ന് വിറച്ചുപോയി.